ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ പ്രമുഖ ബാങ്കായ ഇന്ത്യൻ ബാങ്കിൽ 1500 ഒഴിവുകൾ. കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, തിരുവനന്തപുരം, തൃശൂർ, വയനാട് എന്നീ ജില്ലകളിൽ ഒഴിവുകളുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 7/8/2025 അതായത് ഓഗസ്റ്റ് 7-ാം തീയതി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ടോട്ടൽ 1500 വേക്കൻസികളിൽ കേരളത്തിൽ 44 വേക്കൻസികളാണുള്ളത്. അതിൽ SCക്ക് 4, OBCക്ക് 11, EWSന് 4, അൺറിസർവ്ഡിന് 25, അങ്ങനെ 44 വേക്കൻസികളാണ് കേരളത്തിനുള്ളത്. ഇന്ത്യൻ ബാങ്കിന്റെ അപ്രന്റീസ് തസ്തികയിലേക്കുള്ള ഏജ് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. കട്ട് ഓഫ് ഡേറ്റ് 1/7/2025 ഏജിന്റെ കട്ട് ഓഫ് ഡേറ്റ് 1/7/2025. മിനിമം 20 വയസ്സ്, മാക്സിമം 28 വയസ്സ് ഉണ്ടായിരിക്കണം. SC STക്ക് OBCക്കും PWBDക്കും ഗവൺമെന്റ് റൂളും പ്രകാരമുള്ള വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പാസ്സായിരിക്കണം. 1/4/2021 അതിനുശേഷമോ ഡിഗ്രി പാസ്സായവർക്ക് മാത്രമേ ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം. SC STക്ക് 5 വർഷവും, OBCക്ക് 3 വർഷവും, PWBDക്ക് 10 വർഷവും, 84 കലാപബാധിതർക്ക് 5 വർഷവും, വിഡോസ്, ഡിവോഴ്സ്ഡ് വുമൺസ്, അതുപോലെ ലീഗലി സെപ്പറേറ്റഡ് ആയതിനു ശേഷം റീമാരേജ് ചെയ്യാത്ത വനിതകൾക്കും ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ജനറൽ വിഭാഗത്തിന് EWSന് 35 വയസ്സും, OBCക്ക് 38 വയസ്സും, SC STക്ക് 48 വയസ്സുമാണ് ഉയർന്ന പ്രായപരിധി. ഹൗ ടു അപ്ലൈ? ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ, പേയ്മെന്റ് ഓഫ് ഫീ, അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, ഫോട്ടോഗ്രാഫ്സ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആൻഡ് ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ, ഇതിന്റെ എല്ലാം സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യണം. അപേക്ഷിക്കേണ്ട ഡേറ്റ് 18/7/2025 മുതൽ 7/8/2025 വരെയാണ്. അതായത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 7/8/2025. 1/4/2021 ശേഷം ഡിഗ്രി പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ബാങ്കിന്റെ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഗവൺമെന്റ് അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിന്റെ വെബ്സൈറ്റായ www.nats.education.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യുക. ഇവിടെ 100% രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ബാങ്കിന്റെ അപ്രന്റീസ്ഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ഇതിനു മുമ്പ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിന് പങ്കെടുക്കാൻ യോഗ്യരല്ല. ഈ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന സ്റ്റേറ്റുകളിലെ 3 ജില്ലകൾ ഓപ്ഷനായി വെക്കാവുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സിൽ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പാണ്. അതിന്റെ സിലബസ് വരുന്നത് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്കിന്റെയാണ്. അടുത്തത് കമ്പ്യൂട്ടർ നോളജ് ആണ്, 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. അടുത്ത വരുന്നത് ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 60 മിനിറ്റ് ആണ്. അതായത് 1 മണിക്കൂറാണ് ഇതിന്റെ എക്സാമിന്റെ ഡ്യൂറേഷൻ. ഉദ്യോഗാർത്ഥികൾ സെലക്ട് ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം ലോക്കൽ ലാംഗ്വേജിൽ. കേരളത്തിലെ എക്സാമിനേഷൻ സെന്റർ, ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ജനറൽ OBC EWS ഉദ്യോഗാർത്ഥികൾക്ക് 800 രൂപ പ്ലസ് GSTയും, SC ST PWBD ഉദ്യോഗാർത്ഥികൾക്ക് 175 രൂപയും പ്ലസ് GSTയുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. ഇതിന്റെ സ്റ്റൈപ്പൻഡ് വരുന്നത് മെട്രോ അർബൻ ബ്രാഞ്ചുകളിൽ 15,000 രൂപയും റൂറൽ സെമി അർബൻ ബ്രാഞ്ചുകളിൽ 12,000 രൂപയുമാണ് ഇതിന്റെ സ്റ്റൈപ്പൻഡ് വരുന്നത്. ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.indianbank.in/career എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ www.nats.education.gov.in എന്ന വെബ്സൈറ്റിലോ സന്ദർശിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് പരാമർശിക്കാനുള്ളത്. എല്ലാ ഉദ്യോഗാർത്ഥികളും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപേക്ഷകൾ അയക്കുക. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.